മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ പൊതുവായ ചില ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഇത് ഒരു മെന്റൽ ഹെൽത്ത് അവയർനെസ് സീരീസ് ആണ് കേട്ടോ. പൊതുവായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ, അബദ്ധധാരണകൾ പലരെയും ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു പൊതുവായിട്ടുള്ള ഒരു അവയർനെസ് സീരീസ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത് കരുതിയത്. അപ്പോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൊതുവായ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു കോമൺ ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതായത് നമ്മള് ഒരുപാട് പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ശാരീരിക ആരോഗ്യം നമ്മൾ പറയുന്നത്. ഇന്ന അസുഖത്തിന് ഇന്ന ലക്ഷണങ്ങളാണെന്ന്, അതുപോലെ തന്നെയാണ് മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകളിൽ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളുള്ളത്. എന്നിരുന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാം, സ്ഥിരമായ ദുഃഖം അത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു ഏറ്റവും വലിയ അടിത്തറ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഉറക്കത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. 3, വിശപ്പിലുണ്ടാകുന്ന വ്യത്യാസം. ഇത് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആൻസൈറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുമ്പ് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളിലും താല്പര്യക്കുറവ്, ജീവിതത്തോട് തന്നെ ഒരു താല്പര്യമില്ല എന്ന് തോന്നുന്ന അവസ്ഥ, മാനസിക അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നും. സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്ന് പിന്മാറി നിൽക്കുക, അല്ലെങ്കിൽ വിഡ്രോ ചെയ്ത് നിൽക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകുന്ന വല്ലാത്തൊരവസ്ഥ, അതായത് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ കൊണ്ടൊന്നും വയ്യായേ എന്ന് തോന്നുന്ന ഒരു രീതിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഏതോ തരത്തിലുള്ള ഒരു മാനസിക ആരോഗ്യ പ്രശ്നം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ നമ്മളിൽ വന്നു തുടങ്ങുമ്പോൾ, നമുക്ക് ചെറിയൊരു മാറ്റം വന്നല്ലോ എന്ന് തോന്നി തുടങ്ങുമ്പോൾ വ്യക്തമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തെറാപ്പി വേണ്ട സാഹചര്യമാണെങ്കിൽ തെറാപ്പി ചൂസ് ചെയ്യുന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഏറെ യൂസ്ഫുൾ ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സൊസൈറ്റിയിലെ അപമാനമാണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. പലരും സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നുള്ളത് അവർക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ തെറാപ്പി സ്വീകരിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. നിങ്ങളുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെയാണ് മാനസിക ആരോഗ്യവും പ്രാധാന്യം അർഹിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ബാലൻസ്ഡ് ആയ വേയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ഒരുപോലെ തന്നെ പ്രാധാന്യം നൽകിയേ മതിയാവുകയുള്ളൂ. വ്യക്തമായ അവബോധമില്ലായ്മ പലരിലും മാനസിക ആരോഗ്യത്തിന് വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത ഒന്നായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. You deserve a positive life. Let's find space to inspire.